യൂസഫ് അലിയെ പോലെ ആ കാലഘട്ടത്തിൽ ഗ്രോസറി ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ഒരു മിക്കവരും വേണ്ടത്ര വളർച്ചയോ പലരും നിർത്തിപ്പോകുകയോ ചെയ്ത സാഹചര്യത്തിൽ യൂസഫ് അലിയുടെ അത്ഭുതകരമായ വളർച്ച നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്താണ് ഈ യൂസഫ് അലിയുടെ വളർച്ചയുടെ പിന്നിലെ രഹസ്യം? യൂസഫ് അലി നമ്മൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്താണ് എന്നതിനെ കുറിച്ചെല്ലാം ഇന്നത്തെ ദിവസം വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. Once again, welcome back to the Tomicha Tips. My name is Pram Sandayus. Tomicha Tips എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. 1955 യൂസഫ് അലി തൃശ്ശൂരിലെ നാട്ടി എന്നൊരു ഗ്രാമത്തിൽ ജനിക്കുന്നത്. 1973 ഇദ്ദേഹത്തിന് 18 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ ഒരു ബിസിനസ്സിൽ ഒരു സഹായിയായി ഇദ്ദേഹം അബുദാബിയിലേക്ക് പോകുന്നത്. തുടക്ക കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അങ്കിളിൽ നിന്നും ഓരോ കാര്യങ്ങളും പഠിക്കുവാൻ ശ്രമിച്ചു. അതിനുശേഷം ഓരോ കാര്യങ്ങളും, അതായത് പർച്ചേസ്, അതോടൊപ്പം തന്നെ സെയിൽസ്, അക്കൗണ്ടിങ്, ഈ തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ഇദ്ദേഹം സ്വയം ചെയ്യാൻ തുടങ്ങി. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരു യാഥാർത്ഥ്യം മനസ്സിലായി. എല്ലാ കാര്യങ്ങളും അവനവൻ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ വളർച്ച എപ്പോഴും പരിമിതമായിരിക്കും. എനിക്ക് എന്നേക്കാൾ കഴിവുള്ള ആൾക്കാരെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും, സെയിൽസിലേക്ക്, പർച്ചേസിലേക്ക്, ബില്ലിങ്ങിലേക്ക്, അക്കൗണ്ട്സിലേക്ക്, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു ഞാൻ മാത്രമേ എനിക്ക് വളരാൻ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ യൂസഫ് അലി ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അദ്ദേഹത്തിനേക്കാൾ കഴിവുള്ള വ്യക്തികളെ കൊണ്ടുവന്ന് ഡെലിഗേറ്റ് ചെയ്യുവാൻ തുടങ്ങി. അതിനെ തുടർന്ന് അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ ഈ പറഞ്ഞ ആളുകളെല്ലാം മാനേജ് ചെയ്യുന്നതിനുള്ള മികച്ച ഒരു സിസ്റ്റം അദ്ദേഹം ഉണ്ടാക്കുകയും അങ്ങനെ 1990 ലുലുവിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റ് അദ്ദേഹം ലോഞ്ച് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ 23-ലധികം രാജ്യങ്ങളിലായി 250-ലധികം ഹൈപ്പർ മാർക്കറ്റുകൾ ലുലു ഗ്രൂപ്പിനുണ്ട്. ഏകദേശം 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 65,000-ഓളം തൊഴിലാളികൾ ഇന്ന് ലുലു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ലിവറേജ് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചതുകൊണ്ട് മാത്രമാണ് യൂസഫ് അലി ഇന്ന് കാണുന്ന യൂസഫ് അലി ആയിട്ട് മാറിയത്. എന്നാൽ യൂസഫ് അലിയേക്കാൾ കൂടുതൽ കഴിവും സാഹചര്യം ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് വേണ്ടത്ര രീതിയിൽ വളർന്നിട്ടില്ലെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന ചിന്താഗതിയാണ്. അതായത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എല്ലാം ശരിയാവുള്ളൂ, ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലേ ശരിയാവുള്ളൂ, എനിക്ക് മികച്ച രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ, അക്കൗണ്ട്സിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാരാണ് ചുറ്റുപാടിലുള്ളത്, അതുകൊണ്ട് അക്കൗണ്ട്സ് ഞാൻ തന്നെ മാനേജ് ചെയ്യണം. ഈ തരത്തിലുള്ള ചിന്താഗതിയാണ് നമ്മളെല്ലാവരെയും താഴേക്ക് വലിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. 2007 ഞാൻ ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് കടന്നു വരുന്നത്. തുടക്ക കാലഘട്ടത്തിൽ ഞാനും ചിന്തിച്ചിരുന്നു ഞാൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ശരിയാവുള്ളൂ, എന്നേക്കാൾ മികച്ച രീതിയിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതിക്കാരനായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ ഏകദേശം ആദ്യത്തെ ഒരു 10 വർഷം, അതായത് 2007 മുതൽ 2017 വരെ ഞാൻ ബിസിനസ് ചെയ്തു. ആ സമയത്ത് എനിക്കൊരു മ്യൂച്വൽ ഫണ്ടിൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് AUM എന്ന് പറയും, അതെനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത് ഏകദേശം 8 കോടി രൂപയുടെ ആസ്തി മാനേജ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനാണ് ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് സാധിച്ചത്. എന്നാൽ 2017 എനിക്കൊരു യാഥാർത്ഥ്യം മനസ്സിലായി. ഇന്ന് ഞാൻ ചെയ്താലേ എല്ലാം ശരിയാവുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കാരണവശാലും വളരാൻ സാധിക്കില്ല. എന്നേക്കാൾ കഴിവുള്ള ആൾക്കാരെ എൻ്റെ താഴെ എനിക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി 2018 ഞാൻ ആദ്യമായിട്ട് ഒരു 3 പേരെ സെയിൽസിലേക്ക് എടുത്തു. ഞാൻ ആ സമയത്ത് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ അതോടൊപ്പം തന്നെ ഷൂട്ട് ചെയ്യുക, ക്യാമറമാൻ എന്നുവേണ്ട സകലതും, ആക്ടർ, പിന്നെ എഡിറ്റർ, പബ്ലിഷർ എന്നുവേണ്ട സകലതും ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്നെ സഹായിക്കുന്നതിന് വേണ്ടി എഡിറ്റിങ് ചെയ്യുന്നതിന് വേണ്ടി ആൾക്കാരെ ഞാൻ അപ്പോയിന്റ് ചെയ്തു. പിന്നെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തു. പിന്നെ അതിനുശേഷം ഓപ്പറേഷനിലേക്ക് നമ്മൾ കൂടുതൽ ആൾക്കാരെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു. പിന്നെ ഇവരെല്ലാവരും മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ജനറൽ മാനേജറിനെ ഞാൻ അപ്പോയിന്റ് ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ടീമിൽ ഏകദേശം ഒരു 18 പേരുണ്ട്. അപ്പോൾ ഈ ഒരു 18 പേര് അടങ്ങിയ ഈ ഒരു ടീമിനെ കഴിഞ്ഞ ഒരു 6-7 വർഷം കൊണ്ട് എനിക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട്, അതായത് എന്നേക്കാൾ കഴിവുള്ള ആൾക്കാരെ എൻ്റെ താഴെ കൊണ്ടുവരുവാൻ സാധിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 10 വർഷം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു 8 കോടി രൂപയുടെ ബിസിനസ്സാണ് എനിക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചത്. എന്നാൽ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ആ 8 കോടിയിൽ നിന്ന് 400 കോടി അസറ്റ് മാനേജ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അതായത് കഴിഞ്ഞ 7 വർഷത്തിനിടെ ആ അവസ്ഥയിൽ നിന്ന് ഏകദേശം 50 മടങ്ങ് വളരുവാൻ എനിക്ക് സാധിച്ചു. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് മൈനർ തിങ്സ്, 2 മേജർ തിങ്സ്.
എന്താണ് മൈനർ തിങ്സ്? അതിപ്പോൾ പല ആക്ടിവിറ്റീസ് പല കാര്യങ്ങളായിരിക്കാം. പക്ഷേ ആ സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഡ്രൈവിംഗ്, ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു മൈനർ തിങ്സാണ്. ഇത് ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും വരുന്നില്ല, എൻ്റെ എഫോർട്ടാണെങ്കിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കണേന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് മനസ്സിലാക്കിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഡ്രൈവിങ്ങിന് വേണ്ടി ഞാൻ ഒരാളെ ഞാൻ അപ്പോയിൻറ്റ് ചെയ്തു. അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തിന് ഞാൻ സാലറി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് പിന്നെ ഈ ഓഫീസിലുള്ള ഓപ്പറേഷൻസ്, പിന്നെ സെയിൽസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതെല്ലാം എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരു മൈനർ തിങ്സ് ആണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തരത്തിലുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എനിക്ക് റീച്ച് ചെയ്യാൻ സാധിക്കും. അതിലൂടെ കൂടുതൽ എൻക്വയറീസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ ഈ മൈനർ തിങ്സിന് വേണ്ടി കൂടുതൽ സമയം നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ടതായ മേജറായിട്ടുള്ള തിങ്സ് ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് നമുക്ക് സമയം കിട്ടാത്തൊരു സാഹചര്യം വരും. ഇപ്പോൾ നമ്മളെപ്പോഴും പലപ്പോഴും പല ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നെ ചെയ്യണം. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം വന്ന സമയത്ത് ഇത് ഞാൻ തന്നെ മാനേജ് ചെയ്യണം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇതിനു വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം, നിങ്ങളായിരിക്കുന്ന പ്രൊഫഷനിൽ നിങ്ങൾ ആ ഒരു ടൈമും കൂടി കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ലാഭിക്കാവുന്നതിനേക്കാൾ കൂടുതൽ ലാഭം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഓരോ കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യേണ്ട കാര്യത്തിൽ എനിക്ക് കൂടുതൽ സമയം എനിക്ക് ചെലവഴിക്കാൻ സാധിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു 7 വർഷം കൊണ്ട് 50 മടങ്ങ്, അതായത് ആദ്യത്തെ ഒരു 10 വർഷം കൊണ്ട് 8 കോടിയുടെ ബിസിനസ് ആണെങ്കിൽ അവിടെ നിന്ന് 7 വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് 400 കോടിയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ഞാൻ മൈനർ തിങ്സുകളെല്ലാം ഡെലിഗേറ്റ് ചെയ്തതിന് ശേഷം മേജർ തിങ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്, നിങ്ങളുടെ മേജർ തിങ്സ്, അതായത് നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ക്രിയേറ്റ് ചെയ്യാവുന്ന കാര്യം, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കും. ആ കൂടുതൽ വരുമാനം ഏൺ ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ മൈനറായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. അതിലൂടെ നമുക്ക് വളരെ വളരെ കംഫർട്ടായിട്ട് നമുക്ക് ജീവിക്കാനും സാധിക്കും. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. അതോടൊപ്പം നിക്ഷേപ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് താങ്കൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച് ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.